പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കുന്നത് കീമിയ ഉസ്സഅദ എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അൽ അൻഷിത്തത്തു ദിറാസിയ പഠന പ്രവർത്തനങ്ങൾ. ഒന്നാമത്തേത് നുറാജി ഉന്നസ്വ വനക്തഷിഫു മിൻഹു അത്തൗജീഹാത്തിൽ ഖയ്യിമ. പാഠം പരിശോധിച്ച് അതിലെ മൂല്യവത്തായ നിർദ്ദേശങ്ങൾ കണ്ടെത്താം. നുറാജി ഉന്നസ പാഠം പരിശോധിക്കാം. വനക്തഷിഫു മിൻഹു എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താം. അത്തൗജീഹാത്തിൽ ഖയ്യിമ മൂല്യവത്തായ നിർദ്ദേശങ്ങൾ. ഒന്നാമത്തേത് അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ആലമു അഫ്രാഹുൻ വ അഹ്സാനുൻ. ലോകമെന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാണ്. ദെൻ ബാക്കിയുള്ളത് പൂരിപ്പിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നുലാഹിദു അത്തസ്രീഹാത്തിൽ ആത്തിയത്തി വ നുമയ്യിസു മിൻഹ അൽ ഈജാബിയാത്തി വസൽബിയാത്തി. താഴെയുള്ള പ്രസ്താവനകൾ ശ്രദ്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായവ വേർതിരിക്കാം. നുലാഹിദു അത്തസ്രീഹാത്തിൽ ആത്തിയ താഴെയുള്ള പ്രസ്താവനകൾ നിരീക്ഷിക്കാം. വനുമയ്യിസു മിൻഹ അതിൽ നിന്ന് വേർതിരിക്കാം. അൽ ഈജാബിയാത്തി അനുകൂലമായതും വസൽബിയാത്തി പ്രതികൂലമായതും. 4 കാര്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത് ലാസിമുൻ അൻ തകൂന അഹ്ദാഫു ഹയാത്തിന ഉംനിയാത്തിൻ ഫഖത്ത്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ വെറും പ്രതീക്ഷകൾ മാത്രം ആവൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ലാസിമുൻ അൻ തകൂന അഹ്ദാഫു ഹയാത്തിന ഉംനിയാത്തിൻ ഫഖത്ത്. ദെൻ സെക്കൻഡ് വൺ നസ്തഫീദു ബികുല്ലി ലഹ്ലത്തിൻ. ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപകാരപ്രദമുള്ളതാക്കി മാറ്റണം. ഫി ഹയാത്തിന നമ്മുടെ ജീവിതത്തിൽ. വനഫ്ഹമു നമ്മൾ മനസ്സിലാക്കണം. ഖീമത്തുൽ വക്തി സമയത്തിൻ്റെ വില. ഓരോ സെക്കൻഡിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും നമ്മൾ ഉപകാരപ്രദമുള്ളതാക്കി മാറ്റണം. ദെൻ തേർഡ് വൺ ഇൻദമാ നഫ്ഖിദുൽ അമല നഫ്ഖിദുൽ ഹയാത്ത. ഇൻദമാ നഫ്ഖിദുൽ അമല പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് നഫ്ഖിദു അൽ ഹയാത്ത നമുക്ക് ജീവിതം നഷ്ടപ്പെടുന്നു. നാലാമത്തത് ലാ നുസാമിഹു അഅദാഅന വലാ നുസാഇദുഹും. ലാ നുസാമിഹു അഅദാഅന നമ്മുടെ ശത്രുക്കളോട് നമ്മൾ എന്താക്കുന്നില്ല, ക്ഷമിക്കുകയില്ല. വലാ നുസാഇദുഹും അവരെ സഹായിക്കുകയുമില്ല. ദെൻ ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള 2 രീതിയിൽ 2 കോളങ്ങളിൽ വേർതിരിച്ച് എഴുതാനാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ കൈഫ തുവാജിഹു മിസ്ല ഹാദിഹിൽ മവാഖിഫി താലിയ. താഴെ പറയുന്നത് പോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് നജഹ്ത ഫിൽ ഇംതിഹാനി ഫിൽ മർഹലത്തി സാനവിയത്തിൽ ആലിയ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചു. വലാകിൻ മാ ഹസ്വൽത അലൽ ഫുർസത്തി ലിൽ ഇൽത്തിഹാക്കി ഫി ദൗറത്തിൻ മർജുവത്തിൻ ഫിൽ കുല്ലിയ. പക്ഷേ കോളേജിൽ നീ ആഗ്രഹിച്ച കോഴ്സിന് ചേരാൻ അവസരം ലഭിച്ചില്ല. അങ്ങനെയായാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക, ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നതാണ്. അൽ മിസാല് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉഫക്കിറു അനിൽ അസ്ബാബി അല്ലത്തി അദ്ദത്ത് ഇല ഹാദിഹിൽ ഹാല. ഈ അവസ്ഥയിലേക്ക് എന്നെ നയിച്ച കാരണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കും. ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിക്കാനാണ്. ദെൻ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്നത് ജമീലത്തുക വഖഅത് ഫി വർത്തത്തിൽ അറാമി വൽ ഇഷ്കി വലാ തുറക്കിസു നഫ്സഹ അലദ്ദിറാസ. നിന്റെ കൂട്ടുകാരി പ്രേമത്തിൻ്റെ ദുർഘടാവസ്ഥയിൽ അകപ്പെട്ടു. അവൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ഉഹാബിറു ജമീലത്തി വ ഉക്കല്ലിമുഹ ബികുല്ലി സ്വദാക.
ചങ്ങാത്തം നിറഞ്ഞ സംസാരം കൊണ്ട് ഞാൻ അവളോട് സംഭാഷണം നടത്തും എന്നതാണ്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. അടുത്ത ഒരു ചോദ്യം, നാലാമത്തേത്, നുനാഖിഷു വ നുക്മിലു, ചർച്ച ചെയ്യാം, പൂരിപ്പിക്കാം. ഹയ്യ നഉദ് ഇലാ തിൽക ദിക്രിയാത്തിൽ ഹുൽവ. ഹയ്യ നഉദ്, നമുക്ക് മടങ്ങാം, ഇലാ തിൽക ദിക്രിയാത്തിൽ ഹുൽവ, ആ മധുരിക്കുന്ന ഓർമ്മകളിലേക്ക്. കം കാനത്ത് ബഹ്ജതി ഫി തിൽക്കൽ അയ്യാമി, അക്കാലത്ത് നമ്മുടെ ആനന്ദം എത്രയായിരുന്നു. കം കാനത്ത്, എത്രയായിരുന്നു, ബഹ്ജത്തി, നമ്മുടെ ആനന്ദം, എൻ്റെ ആനന്ദം, ഫി തിൽക്കൽ അയ്യാമി, ആ ഒരു കാലഘട്ടത്തിൽ. ഏതൊക്കെ കാലഘട്ടമാണ്? 3 കാലഘട്ടങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഫി അയ്യാമി തുഫൂലത്തി, എൻ്റെ കുട്ടിക്കാലത്ത്. അതിൽ ഒന്നാമത്തേത് നൽകിയത് കുൻതു ഉലാഇബു മഅസുമലാഇ ബി അൽആബിൻ മുത്തനവ്വിഅത്തിൻ. കുൻതു ഉലാഇബു, ഞാൻ കളിക്കാറുണ്ടായിരുന്നു, മഅസുമലാഇ, എൻ്റെ കൂട്ടുകാരോടൊത്ത്, ബി അൽആബിൻ മുത്തനവ്വിഅത്തിൻ, വ്യത്യസ്ത കളികൾ. കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊന്നിച്ച് പല രീതിയിലുള്ള കളികൾ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് കുൻതു അസുനഉ, ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, അൽ കവാരി, തോണികൾ, അൽ വറക്കിയ, പേപ്പർ കൊണ്ട് തോണികൾ ഉണ്ടാക്കിയിരുന്നു, വ അൽ അബു ഫിൽമത്തരി, അതുപയോഗിച്ചിട്ട് ഞാൻ മഴയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് ഫി അയ്യാമി ദിറാസത്തി ഫി റൗലത്തിൽ അത്ഫാലി. ഫി അയ്യാമി ദിറാസത്തി, എൻ്റെ പഠനകാലത്ത്, ഫി റൗലത്തിൽ അത്ഫാലി, നഴ്സറി സ്കൂളിൽ, നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നർത്ഥം. കുൻതു ഉൻഷിദു അൽ ഉൻഷൂദാത്തി മഅ മുദർരിസത്തി വ അസ്തിക്കായി. കുൻതു ഉൻഷിദു, ഞാൻ പാട്ട് പാടാറുണ്ടായിരുന്നു, അൽ ഉൻഷൂദാത്തി, കവിതകൾ, മഅ മുദർരിസത്തി, എൻ്റെ ടീച്ചർമാരുമൊത്ത്, എൻ്റെ അധ്യാപകരുമൊത്ത്, വ അസ്തിക്കായി, എൻ്റെ കൂട്ടുകാരുമൊത്ത്. ദെൻ സെക്കൻഡ് വൺ, കുൻതു ഉലവ്വിനു അസുവറ, ഞാൻ ചിത്രത്തിന് നിറം കൊടുക്കാറുണ്ടായിരുന്നു, ബി അൽവാനിൻ ജമീലത്തിൻ, ഭംഗിയുള്ള നിറങ്ങളാൽ. ദെൻ അടുത്ത ഒരു സബ് ഹെഡിങ് ഫി യൗമി ഐദിൽ ഫിത്തിരി, പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന്. അതിലൊന്നാമത്തേത് അസ്തഹിമ്മു ബാക്കിരൻ, ഞാൻ നേരത്തെ കുളിക്കാറുണ്ടായിരുന്നു. ദെൻ അതിൽ രണ്ടാമത്തേത് അർത്തദി ലിബാസൻ ജദീദൻ, പുതിയ വസ്ത്രങ്ങളെ ധരിക്കാറുണ്ടായിരുന്നു. ഇതിൽ 3 2 വീതം എഴുതാൻ വേണ്ടിയിട്ട്, പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ പൂരിപ്പിക്കണം. ദെൻ 5ാമത്തെ ചോദ്യം, നുഇദ്ദു നസ്വൻ വസ്ഫിയൻ ഹൗല ഹദസിൻ ഫി ഹയാത്തിക ബിസ്തിആനത്തിൻ നിഖാത്തി താലിയ. താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടുകൂടെ നിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വിവരണ പാഠം തയ്യാറാക്കാം. അവിടെ ചില പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് കാന ദാലിക്കൽ യൗമു യൗമൻ റായിഅൻ മസ്റൂറൻ ഫി ഹയാത്തി, ആ ദിവസം എൻ്റെ ജീവിതത്തെ സന്തോഷിപ്പിച്ച ഒരു അത്ഭുതകരമായ ദിവസമായിരുന്നു. ദെൻ രണ്ടാമത്തേത് ലാ അൻസാഹു അബദൻ, ഞാൻ ഒരിക്കലും മറക്കുകയില്ല, ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അടുത്തത് തിൽക്കൽ ലഹലാത്തു സമീനത്തു അൽ മൈമൂന, ആ വിലയേറിയ നിമിഷങ്ങളെ. ദെൻ കുൻതു സാഹിറൻ തിൽക്കൽ ലൈലത്തി ദാലിക സ്വബാഹു കുംതു മിനന്നൗമി ബാക്കിറൻ, അന്ന് രാത്രി ഞാൻ ശാന്തനായിരുന്നു, പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റു. വകാന കൽബി യഹ്ഫുക്കു, വകാന കൽബി യഹ്ഫുക്കു, എൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി, എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കാൻ തുടങ്ങിയിരുന്നു. മാ അജ്മല, എന്തൊരു ഭംഗിയാണ്, മദ്രസത്തി അൽ മുസയ്യന, അലങ്കൃതമായ എൻ്റെ സ്കൂള്, മുഖ്തലിഫൻ അൽവാനുഹ, വ്യത്യസ്ത നിറങ്ങളാൽ. ഈ പോയിന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെ പറ്റി ഒരു വിവരണം തയ്യാറാക്കാം. ദെൻ അടുത്ത ഒരു ചോദ്യം, നുഇദ്ദു അത്ഹ്നിആത്തി ലിൽ മുനാസിബാത്തിൽ ആത്തിയത്തി വനുസമ്മിമുഹ ഫിൽ ഹാസൂബി. താഴെയുള്ള സന്ദർഭങ്ങളിലേക്ക് ആശംസാ കാർഡുകൾ തയ്യാറാക്കി കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാം.
മൂന്ന് സിറ്റുവേഷനാണ്, മൂന്ന് സന്ദർഭങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അവലൻ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. ദെൻ സെക്കൻഡ് വൺ ആമുൻ ജദീദുൻ, പുതുവർഷം. ദെൻ തേർഡ് വൺ യോമുസിഫാഫ്, വിവാഹ ദിനം. ഈ മൂന്ന് സിറ്റുവേഷനിലും മൂന്ന് സന്ദർഭങ്ങളിലും ഉണ്ടാക്കുന്ന ആശംസകളെ തയ്യാറാക്കുക, അത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുക. ദെൻ ഏഴാമത്തെ ചോദ്യം, നഖ്റഉ അൽ ജുമലൽ ആത്തിയ വനക്തശിഫു മിൻഹ അൽ മുബ്തദഅ വൽ ഖബറ. താഴെയുള്ള വചനങ്ങൾ, വാചകങ്ങൾ വായിച്ചുകൊണ്ട് അതിൽ നിന്ന് മുബ്തദ, ഖബർ എന്നിവ വേർതിരിച്ച് കണ്ടുപിടിക്കാനാണ്. അൽ ഖമറു മുനീറുൻ, അൽ ഹിന്ദു ദൗലത്തുൻ കബീറത്തുൻ, അൽ അറബിയ്യത്തു ലുഗത്തുൻ ആലമിയ്യത്തുൻ, അൽ ഹുനൂദു ഇഖ്വത്തുൻ, അത്വാലിബാത്തു മുജ്തഹിദാത്തുൻ, അൽ മുസാഫിറാത്തു ദാഹിബാത്തുൻ ഇലാ ലുബ്നാൻ. ഇങ്ങനെ 6 സെൻറ്റൻസുകളെ വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. അൽ ഖമറു മുനീറുൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പ്രകാശപൂരിതമാണ്. അൽ ഹിന്ദു ദൗലത്തുൻ കബീറത്തുൻ, ഇന്ത്യ വലിയ ഒരു രാജ്യമാണ്. അൽ അറബിയ്യത്തു ലുഗത്തുൻ ആലമിയ്യത്തുൻ, അറബി ഭാഷ എന്ന് പറയുന്നത് ലോകോത്തര ഭാഷയാണ്. അൽ ഹുനൂദു ഇഖ്വത്തുൻ, ഇന്ത്യക്കാരെല്ലാവരും സഹോദരന്മാരാണ്. അത്വാലിബാത്തു മുജ്തഹിദാത്തുൻ, വിദ്യാർത്ഥികൾ പരിശ്രമശാലികളാണ്. അൽ മുസാഫിറാത്തു ദാഹിബാത്തുൻ ഇലാ ലുബ്നാൻ, യാത്രക്കാരികളായ സ്ത്രീകളെ അവരെ ലബനാനിലേക്ക് പോകുന്നവരാണ്. ഇത്രയും സെൻറ്റൻസുകളാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മുബ്തദ, ഖബർ എന്നിവ വേർതിരിക്കാനാണ്. ദെൻ എട്ടാമത്തത് നഖ്റഉ അൽ ഫിഖ്റത വനുതർജിമുഹ ഇലൽ ഇൻജിലീസിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചുകൊണ്ട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനാണ്. സഅലൽ മുഅല്ലിമു അദ്ദാരിസീന ഖബ്ല നിഹായത്തിൽ ഹിസ്വത്തി. പിരീഡ് അവസാനിക്കുന്നതിന് മുന്നേ അധ്യാപകന് വിദ്യാർത്ഥികളോട് ഇങ്ങനെ ചോദിച്ചു, മാദാ തഫ്അലൂന, നിങ്ങൾ എന്താണ് ചെയ്യുക, ബഅദൽ ഔദത്തി, മടങ്ങിച്ചെന്നതിന് ശേഷം, ഇലാ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുക. ഖാല അനസ്, അനസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മറുപടി പറഞ്ഞു, അഖ്ലഉ അസ്സയ്യൽ മദ്രസിയ, ഞാൻ യൂണിഫോം അഴിച്ചു വെക്കും. സുമ്മ അഗ്സിലു യദയ്യ വവജ്ഹി, എന്നിട്ട് ഞാൻ എൻ്റെ കയ്യും മുഖവും കഴുകും. വ അതനാവലുൽ ഐദാഅ മഅ ഉസ്രതി, ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കും. ബഅദ ദാലിക, അതിനുശേഷം ഉഹ്ലിറു ദുറൂസി, ഞാൻ എൻ്റെ പാഠഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്യും. വ അഖൂമു ബിവാജിബാത്തി അൽ മൻസിലിയ, അതുപോലെ ഞാൻ എൻ്റെ ഹോംവർക്കുകളും ചെയ്യും. ഇത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ വളരെ വൃത്തിയായി എഴുതി വെക്കണം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.